ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെന്ന മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെന്ന മസാല തയ്യാറാക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 3 ഏലക്കായ, 2 ഗ്രാമ്പു, പിന്നെ മീഡിയം സൈസിലുള്ള ഒരു പട്ട കഷ്ണങ്ങളാക്കിയതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ സവാള കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതൊക്കെ കൂടി അരച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ തക്കാളി കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതായത് ഒന്ന് നന്നായിട്ട് വാടി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ദേ ഇവിടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട. ഈ ഒരു പാകത്തിൽ മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറി വരുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാം. ഇനി നമുക്ക് കടലയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. കഴുകിയതിന് ശേഷം 6 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. ഓവർനൈറ്റ് വെക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കടലയൊന്ന് മുങ്ങി നിൽക്കുന്ന വണ്ണം, അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ, 5 6 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കടല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി വേഗം തന്നെ കറി തയ്യാറാക്കി തുടങ്ങാം. വീണ്ടും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തിയൊക്കെ അധികവും ഫ്രിഡ്ജിലാണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ പുറത്തെടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കസൂരി മേത്തി. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. കഴിയുന്നതും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കസൂരി മേത്തി കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം നന്നേ കുറച്ച് വെച്ചുകൊണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെൽ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ അതിന് മുന്നേ പൊടികളുടെ പച്ച ചുവ മാറിയാൽ മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പേസ്റ്റിൻ്റെ കളറ് കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ട് വരണം. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വഴറ്റിയെടുക്കാം. മസാല ഇവിടെ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് മാത്രമാണല്ലോ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മസാല നന്നായിട്ടൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെക്കാം.
അപ്പോൾ ചന മസാല ഇവിടെ വീണ്ടും കുറുകി വന്നിട്ടുണ്ട്, കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ വീണ്ടും കുറച്ചുകൂടെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിലോട്ട് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും പൂരിയുടെയും പട്ടൂരിയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ മറ്റുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്